എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് കുറച്ച് ചെടികൾ പരിചയപ്പെടുത്തി തരാനാണ്. അപ്പം എനിക്കൊരു ബാൽക്കണി ഗാർഡൻ ഉണ്ടെന്ന് കുറച്ച് പേർക്കൊക്കെ അറിയാം. അപ്പോൾ ഞാൻ ഒട്ടും മെയിൻ്റെനൻസ് ഇല്ലാതെ വളരെ ഈസി ആയിട്ട് തുടക്കക്കാർക്കൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് പ്ലാന്റ്സിൻ്റെ ഇൻഫർമേഷൻസാണ് നിങ്ങളിലേക്കും കൂടെ എത്തിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എൻ്റെ ലിസ്റ്റിലുള്ള ആദ്യത്തെ പ്ലാന്റാണ് മണി പ്ലാന്റ്. പോത്തോസ് എന്നാണ് ഇതറിയപ്പെടുന്നത്. ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ഇതിൻ്റെത്. അപ്പോൾ എൻ്റെ ഒരു 3 വെറൈറ്റീസ് ഉണ്ട്. ഇതൊരെണ്ണം, ഇത് മാർബിൾ പോത്തോസ് എന്നാണ് അറിയപ്പെടുന്നത്. പിന്നുള്ളത് നിയോൺ പോത്തോസ്, പിന്നെ എൻജോയ് പോത്തോസ്. ഇങ്ങനെ 3 വെറൈറ്റി മണി പ്ലാന്റ്സ് ആണ് എൻ്റെ കയ്യിലുള്ളത്. അതായത് പ്ലാന്റ്സിനെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും കയ്യിൽ ഇതിൻ്റെ ഒരു വെറൈറ്റി എങ്കിലും ഉണ്ടാവാതിരിക്കത്തില്ല. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിലാണ് വളരുന്നതും, അതുപോലെ അധികം കെയർ ഒന്നും നമുക്ക് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇപ്പോൾ കുറച്ച് ദിവസം വെള്ളം ഒഴിച്ചില്ലെങ്കിൽ പോലും ഇതങ്ങനെ പെട്ടെന്ന് വാടിയൊന്നും പോകുന്ന ഒരു ചെടിയല്ല. അപ്പോൾ തുടക്കക്കാർക്ക് വളരെ എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് നമ്മുടെ സ്വന്തം മണി പ്ലാന്റ്. അപ്പോൾ അടുത്തതായിട്ട് ഇത് എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതെന്ന് നോക്കാം. അപ്പം ഇതിൽ കണ്ട ഈ ഭാഗം കട്ട് ചെയ്ത് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ഇതിന് വേര് വരും. അല്ലാതെ നമ്മൾ ഈ ഭാഗം കട്ട് ചെയ്ത് മണ്ണിൽ കുഴിച്ച് വെച്ചാലും വളരെ എളുപ്പത്തിൽ വരും. പക്ഷെ വെള്ളത്തിൽ ആണ് കുറച്ചും കൂടെ പെട്ടെന്ന് വേര് വരുന്നതെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം. അടുത്തതായിട്ട് കാണിച്ചു തരുന്ന പ്ലാന്റ് ഏതാണെന്ന് വെച്ചാൽ റബ്ബർ പ്ലാന്റ്. ഇതാണ് റബ്ബർ പ്ലാന്റ്. ഇതിൻ്റെ 2 വെറൈറ്റീസ് എൻ്റെ കയ്യിലുണ്ട്. ഒന്ന് ഇതും, പിന്നെ ഇതും. അപ്പോൾ ഈ പ്ലാന്റ്സ് ഒക്കെ എൻ്റെ കിട്ടിയിട്ട് കുറച്ച് നാളുകളായിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഗ്രോത്തൊക്കെ അത്രയ്ക്കൊന്നും ആയിട്ടില്ല. ഈ പ്ലാന്റ് അത്യാവശ്യം നല്ല പൊക്കത്തിലുണ്ടായിരുന്ന ഒരു പ്ലാന്റാണ്. അപ്പോൾ അതിൻ്റെ സ്റ്റെമ്മ് ഞാൻ ഒരു പകുതിക്ക് വെച്ച് കട്ട് ചെയ്ത് മാറ്റി. അപ്പം അതിന് പുതിയ ബ്രാഞ്ചുകളൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൊപ്പഗേഷൻ എളുപ്പത്തിൽ നടത്തിയെടുക്കാൻ പറ്റുന്ന ഒരു രീതി ഇതാണ്. ഇതിൻ്റെ സ്റ്റെമ്മ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുവാണെങ്കിൽ പുതിയ പുതിയ ബ്രാഞ്ചസ് വന്ന് ചെടി നല്ല ബുഷിയായിട്ട് വളരും. അപ്പോൾ ഇത് ചട്ടിയിൽ വളരുന്നതുകൊണ്ട് തന്നെ അധികം വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ ചട്ടിയിലെ മണ്ണിൻ്റെ വെള്ളത്തിൻ്റെ അളവ് നോക്കിയിട്ട് ഡ്രൈ ആവുന്ന സമയത്ത് മാത്രമാണ് ഞാനിത് വെള്ളം നനച്ചു കൊടുക്കാറുള്ളത്. ഇത് ഇൻഡോറിലും ഔട്ട്ഡോറിലും ഒരുപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ്. വളരെ നല്ലൊരു ചെടിയാണ്. കാണാനും നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ അധികം മെയിൻ്റെനൻസിൻ്റെ ഒന്നും ആവശ്യം ഇതിന് വരുന്നില്ല. അപ്പോൾ അടുത്ത പ്ലാന്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഇതാണ് യുജീനിയ പ്ലാന്റ്. ഇത് കൂടുതലും നമുക്കൊരു അലങ്കാര ചെടിയായിട്ടാണ് കൂടുതലും നമ്മൾ കണ്ടുവരുന്നത്. വളരെ ഭംഗിയുള്ളൊരു ചെടിയാണിത്. ഇത് സൺലൈറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ അറ്റത്തുള്ള ഇലകളൊക്കെ നല്ല ഒരു റെഡിഷ് കളറിൽ വരും. അത് കാണാനാണ് കുറച്ചും കൂടെ ഭംഗി. അതുകൊണ്ട് ഇതിന് ധാരാളം സൺലൈറ്റുള്ള സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ചെടി കാണാൻ ഭയങ്കര രസമായിരിക്കും. പിന്നെ ഈ ചെടിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം ആവശ്യമാണ്. ഇതിൻ്റെ മണ്ണ്, അതായത് ഇതിപ്പോൾ ഞാനിപ്പോൾ ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത്. അപ്പം ചട്ടിയിലെ മണ്ണ് ഡ്രൈ ആവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു തവണ ഒന്ന് ഡ്രൈ ആയിക്കഴിഞ്ഞാൽ ഈ പ്ലാന്റ് പെട്ടെന്ന് നശിച്ചു പോകും. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതിൻ്റെ വേറെ കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ആദ്യത്തെ ടൈം നമുക്ക് അറിയില്ലല്ലോ, കെയറും കാര്യങ്ങളും ഒന്നും കൂടുതലായിട്ട് അറിയാതെ അങ്ങനെ 1-2 ചെടിയൊക്കെ നശിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചു. അങ്ങനെയാണ് മനസ്സിലായത് ഈ ചെടിക്ക് അത്യാവശ്യം നല്ലപോലെ വെള്ളം വേണ്ട ഒരു ചെടിയാണ്. ഇതിൻ്റെ മണ്ണ് ഒരിക്കലും ഡ്രൈ ആവാൻ പാടില്ല. അപ്പോൾ നമ്മുടെ ലിസ്റ്റിലെ അടുത്ത പ്ലാന്റ് ആണ് ഡ്രസീന പ്ലാന്റ്. ഇതിൻ്റെ 2 വെറൈറ്റീസാണ് എൻ്റെ കയ്യിലുള്ളത്. ഈ പ്ലാന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് അധികം സൺലൈറ്റ് ആവശ്യമില്ലാത്ത ഒരു പ്ലാന്റാണ്. ഇത് ഡയറക്റ്റ് സൺലൈറ്റിൽ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് വാടിപ്പോകും. അതുകൊണ്ട് നമുക്കിത് കൂടുതലും ഇൻഡോറായിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലതെന്നാണ് എൻ്റെ ഒരു അറിവ്. പിന്നെ ഇതിൽ വെള്ളമാണെങ്കിൽ ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യം ഈ ചെടിക്കില്ല. നമ്മൾ വെച്ചിരിക്കുന്ന പോട്ടിൽ
മണ്ണിൻ്റെ ഡ്രൈനെസ് നോക്കിയിട്ട് മാത്രമാണ് നമ്മൾ ഇതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യം ഈ ചെടിക്കില്ല. അപ്പോൾ അടുത്ത പ്ലാന്റ് ജേഡ് പ്ലാന്റാണ്. ഇത് സക്കുലൻ്റ് വിഭാഗത്തിൽ പെടുന്ന ഒരു ചെടിയാണ്. അതായത് ഇതിൻ്റെ ലീഫിലും സ്റ്റെമ്മിലും ഒക്കെ ധാരാളം വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കൂടുതലായിരിക്കും. അത് നമുക്ക് കാണുമ്പോഴേ അറിയാം. നമുക്ക് പിടിച്ചു നോക്കുമ്പോൾ ഒരു വെയിറ്റ് നമുക്ക് ഇത് ഫീൽ ചെയ്യും. അപ്പം ഇത് ഒരു ലക്കി പ്ലാന്റ് ആണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അതിൽ എത്രമാത്രം സത്യം ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇങ്ങനെയുള്ള ചെടികൾ എനിക്ക് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള ചെടികളൊക്കെ വാങ്ങി വളർത്തുന്നത്. അപ്പം ഈ ചെടിയെ പറ്റി കൂടുതൽ പറയാ എന്താണെന്ന് വെച്ചാൽ, ഇതിനും അധികം വെള്ളത്തിൻ്റെ ആവശ്യം വരുന്നില്ല. കാരണം ഓൾറെഡി ഇതിൽ വാട്ടർ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള ഒരു ചെടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുത്താൽ പെട്ടെന്ന് നശിച്ചു പോകും. കൂടാതെ നമ്മൾ കുറച്ച് കെയർ ചെയ്ത് ഇതിന് കൊടുത്തു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് വളരും. അതായത് ഒരു മരം പോലെയൊക്കെ ഇത് പെട്ടെന്ന് വളരും. അതായത് നമുക്കിത് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരു ബോൺസായി പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ജേഡ് പ്ലാന്റിനെ കുറിച്ച് പറയാനുള്ളത്. ഇതും വളരെ എളുപ്പത്തിൽ വളർത്തിയെടുക്കാം. അധികം കെയർ ഒന്നും ആവശ്യമില്ല. നമ്മളിതിൻ്റെ മണ്ണ് നോക്കിയിട്ട് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ അത്യാവശ്യം സൺലൈറ്റും ആവശ്യമാണ് ഈ ചെടിക്ക്. ഇത്രയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് വളരുന്ന ഒരു ചെടിയാണ്. അപ്പോൾ എൻ്റെ ലിസ്റ്റിലുള്ള മറ്റൊരു ഫേവറേറ്റ് പ്ലാന്റാണിത്, സ്നേക്ക് പ്ലാന്റ്. ഇതും ഇതിൻ്റെ 2 വെറൈറ്റിയാണ് എൻ്റെ കയ്യിലുള്ളത്. ഇതിൻ്റെ ഈ ഒരു വലുതും പിന്നെ ഒരു ചെറിയതും. അത് ഞാൻ കാണിച്ചു തരാം. ഇത് സ്നേക്ക് പ്ലാന്റിൻ്റെ ഡ്വാർഫ് വിഭാഗത്തിൽ വരുന്ന ഒരു പ്ലാന്റാണ്. ഇതും അധികം മെയിൻ്റെനൻസ് ഒന്നും വേണ്ടാത്ത ഒരു ചെടിയാണ്. നമ്മൾ സാധാരണ ഒരു മണ്ണിൽ കുഴിച്ച് വെച്ചാൽ പോലും ഇത് പെട്ടെന്ന് വളരും. അതുപോലെ തന്നെ ഇതിന് അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഇതിന് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇത് 2 ഉള്ളൂ. അപ്പോൾ ഇതായിരുന്നു മദർ പ്ലാന്റ്. ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത ഒരു ചെടിയാണ് ഇത്. അപ്പം ഇതിൽ നിന്നും ഒരുപാട് കുഞ്ഞു കുഞ്ഞു തൈകൾ ഉണ്ടായി വരും. അപ്പോൾ നമ്മളതിന് ഇതിൽ നിന്ന് മാറ്റി വേറെ മണ്ണിൽ നട്ടു കൊടുത്താൽ മതി. അത് പെട്ടെന്ന് അങ്ങ് വളർന്നോളും. അതുപോലെ തന്നെ ഒരുപാട് വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ കൂടുതലും ഇതുപോലെ പോട്ട്സിൽ വളർത്തുന്ന ചെടികൾക്ക് പ്രോപ്പറായിട്ടുള്ള ഡ്രെയിനേജ് ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം. അതായത് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് ആവശ്യമുള്ള വെള്ളം മാത്രം അതിൽ നിലനിർത്തിക്കൊണ്ട് ബാക്കിയുള്ളത് ഡ്രെയിൻ ഔട്ടായിട്ട് പോകുന്നുണ്ടോ എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത്രയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നമ്മുടെ കയ്യിലും ഒരു കുഞ്ഞു ഗാർഡൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സ്നേക്ക് പ്ലാന്റിൻ്റെ ഡാർഫ് വിഭാഗത്തിൽ പെടുന്ന പ്ലാന്റ്. കണ്ടില്ല, ഇതിൽ കൂടുതൽ ഇത് വളരില്ല. ഇതും നമുക്കൊരു സക്കുലൻ്റ് കൂട്ടത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പം ഈ ചെടിയിൽ നിന്ന് ഞാൻ ഉണ്ടാക്കിയെടുത്താണ് ഇതൊക്കെ. ലാസ്റ്റ് പ്ലാന്റാണിത്. ഇത് CC പ്ലാന്റ്, ഇസഡ് പ്ലാന്റ് എന്നൊക്കെയാണ് നമ്മളിതിനെ വിളിക്കുന്നത്. വളരെ ഭംഗിയുള്ള ഒരു ഇൻഡോർ പ്ലാന്റാണിത്. ഇതൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ഈ ചെടി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും അത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് ലാസ്റ്റ് പ്ലാന്റ്. ഇതിൻ്റെ ഒരു കെയർ എന്താണെന്ന് വെച്ചാൽ, ഇതിന് നമുക്ക് അധികം വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതിൻ്റെ സ്റ്റെമ്മിലൊക്കെ ധാരാളം വെള്ളം അടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഓവർ വാട്ടർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ചെടി പെട്ടെന്ന് നശിച്ചു. കൂടാതെ അധികം വെള്ളമോ വെയിലോ ഒന്നും തന്നെ ഇല്ലെങ്കിൽ പോലും ഈ ചെടി വളരെ നന്നായിട്ട് വളരും. എൻ്റെ ഒരു ഫേവറേറ്റ് പ്ലാന്റും കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ചെടിക്ക് അധികം വെയിലിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒരുപാട് നേരം നമ്മളിത് വെയിലിൽ വെച്ചാൽ ഇതിൻ്റെ ലീഫൊക്കെ ഒരു മഞ്ഞ കളറായിട്ട് മാറും. സാധാരണ ലൈറ്റ് ഷെയ്ഡായിട്ടുള്ള സ്ഥലങ്ങളിൽ, അതായത് ഇൻഡോറിലാണ് ഈ പ്ലാന്റ് കൂടുതലും ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പം വളരെ ഭംഗിയുള്ളൊരു പ്ലാന്റാണിത്. കാണിച്ചു തരാം. ഇതുപോലൊരു ഭംഗിയുള്ളൊരു പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും ഇത് കാണാൻ വേണ്ടി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എൻ്റെ ചെറിയ
അറിവിലുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരിക എന്നാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പം പ്ലാന്റ്സിനെ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും തന്നെ കാണില്ല. നമുക്ക് കുറച്ച് സമയം നമ്മൾ കണ്ടെത്തുകയാണെങ്കിൽ എല്ലാവരുടെയും വീട്ടിൽ ഇതുപോലെ കുറച്ച് പ്ലാന്റ് കളക്ഷനൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമുക്കിപ്പോൾ ഇവിടെ മിറ്റമൊന്നുമില്ല, നമ്മൾ ബാൽക്കണിയിലാണ് ഇങ്ങനത്തെ ചെടികളൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പം കൂടുതൽ സൗകര്യങ്ങളുള്ളവർ കൂടുതൽ ചെടികൾ വളർത്തുക, അല്ലാത്തവർ കഴിയുന്ന രീതിയിൽ കുറച്ച് ചെടികളൊക്കെ വളർത്തുക. ഇതൊക്കെ കാണുമ്പോൾ ഒരു ഹാപ്പിനെസ്സാണ്, വളരെ സന്തോഷമാണ്. ചെടികൾ കാണുന്നതും അത് വളരുന്നത് കാണുന്നതും ഒക്കെ, പുതിയ ചെടികളൊക്കെ ഉണ്ടായി വരുന്നത് കാണുന്നതൊക്കെ ഭയങ്കര ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. അത് എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെടാത്തവർ ഡിസ്ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും ബൈ.